കോൺഗ്രസിന് വീണ്ടും ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ്. 1700 കോടി രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നടപടി രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. തരംതാണ പ്രതികാര രാഷ്ട്രീയമാണ് നടക്കുന്നതെന്നും ആദായനികുതി വകുപ്പ് ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്നതായും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിമർശിച്ചു. പരാജയ ഭീതി മൂലം വിഭ്രാന്തിയിലാണ് BJP എന്നും KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഞങ്ങൾ 1700 കോടി രൂപ അടക്കണമെന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പാപ്പരാക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി നരേന്ദ്രമോദി നടത്തുന്ന ഗൂഢപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം, ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിയെടുത്തോളം BJPയും അവരുടെ അക്കൗണ്ട് സമർപ്പിച്ചിട്ടില്ല. യഥാസമയം കഴിഞ്ഞ 2 കൊല്ലത്തെ വ്യക്തമായിട്ടും അതിൻ്റെ കൃത്യമായ കണക്ക് ഇന്ന് AICC ആസ്ഥാനത്തിൽ ഞങ്ങളുടെ ട്രഷറർ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അവർ കണക്ക് സമർപ്പിച്ചിട്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് 2019-ലെത്തിയും 1996-ലെത്തിയും കാര്യം പറഞ്ഞ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഞങ്ങളുടെ അക്കൗണ്ടിലുള്ള ഫണ്ട് മുഴുവൻ മരവിപ്പിച്ചു. ഇപ്പം ഞങ്ങളോട് ഇത്രയും ഫണ്ട് അടക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇത് ജനാധിപത്യം കശാപ്പ് ചെയ്യാനും കൊല ചെയ്യാനും വേണ്ടി, എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ജനങ്ങളോട് പറയാനാണ് ജനങ്ങൾ മനസ്സിലാക്കണം. ഇത് ഇന്ത്യ ജനാധിപത്യത്തിന് പേരുകേട്ട രാജ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഭരണകക്ഷി അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയോട് ചെയ്യുന്ന സംഭവമാണ്. എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. അത് പരാജയം ഉറപ്പായതിൻ്റെ വിഭ്രാന്തിയിൽ നിന്നുണ്ടായിട്ടുള്ള മരണവെപ്രാളമാണ് അവർ കാണിച്ചു കൊടുക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, ആദായനികുതി വകുപ്പിന്റെ ഇടപെടലുകളെ തുടർന്ന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നേരിടുന്ന ഒരു പശ്ചാത്തലം കൂടിയാണ്. അതിനിടയിൽ കൂടി ഈ തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കുമ്പോൾ അത് എത്രത്തോളം രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ക്ഷണിച്ചു വരുത്തുക? ഒപ്പം എത്ര സാമ്പത്തിക വർഷങ്ങളിലെ പിഴ അടയ്ക്കാനുള്ള നോട്ടീസ് കൂടിയാണ് ഈ അയച്ചിരിക്കുന്നത്? അപർണ, ആദായ നികുതി വകുപ്പിന്റെ കുരുക്ക് മുറുകുകയാണ് കോൺഗ്രസിന്. കാരണം നേരത്തെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയക്കുകയും ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, അജയ് മാക്കൻ തുടങ്ങിയ നേതാക്കൾ ഒരുമിച്ച് ഒരു സംയുക്ത വാർത്താ സമ്മേളനമാണ് അന്ന് നടത്തിയത്. അന്ന് വ്യക്തമാക്കിയ കാര്യം, ഇത്തരം നടപടിയോട് തുടർന്ന് പ്രചാരണത്തിന് പോലും പണമില്ലാത്ത സാഹചര്യം കോൺഗ്രസ് നേരിടുന്നുണ്ട്. പോസ്റ്റർ അടിക്കാൻ പോലും പണമില്ല, നേതാക്കൾക്ക് യാത്രയ്ക്കായി പണമില്ല തുടങ്ങിയ കാര്യങ്ങൾ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. അതായത് 2 തവണയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഒന്ന് 2017, 2018 മുതൽ 2020, 2021 വരെയുള്ള നികുതി പുനർനിർണ്ണയിക്കാനുള്ള ആദായ നികുതി വകുപ്പിന്റെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ ഏറ്റവും ഒടുവിൽ സമീപിച്ചു. അത് ഹൈക്കോടതി തള്ളി. അതിന് തൊട്ടു മുമ്പ് 2014, 2015 മുതൽ 2016 മുതൽ 2017 വരെയുള്ള സാമ്പത്തിക വർഷത്തെ നികുതി പുനർനിർണ്ണയിക്കാനുള്ള നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. ഈ 2 ഹർജികളും തള്ളി. ഏതായാലും ഇന്നലെയാണ് 2ാമത്തെ ഹർജി തള്ളിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായിരിക്കുന്നത്. 1700 കോടി രൂപ അടയ്ക്കണമെന്നാണ് ഈ പുതിയ നോട്ടീസിൽ പറയുന്നത്. എത്രയും വേഗം അടയ്ക്കണമെന്ന് നോട്ടീസിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് 2017-18 മുതൽ 2020, 2021 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ പിഴയും പലിശയും അടയ്ക്കണമെന്നാണ് ഇപ്പോൾ ഈ നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ പ്രതിസന്ധി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഹൈക്കോടതിക്ക് പിന്നാലെ നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആദായ നികുതി വകുപ്പ് അപ്പലേറ്റ് ട്രൈബ്യൂണലിനെയും സമീപിച്ചിരുന്നു. പക്ഷേ അവിടെയും സ്റ്റേ ചെയ്തുകൊണ്ടുള്ള നടപടി ഉണ്ടായില്ല. ഏതായാലും പുതിയ നോട്ടീസിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ആദായ നികുതി വകുപ്പ് അപ്പലേറ്റിനെ സമീപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. അത്തരം നീക്കം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിന്റെ അഭിഭാഷകനായ രാജ്യസഭാ അംഗം കൂടിയായ വിവേക് തൻഹ പ്രതികരിച്ചിരിക്കുന്നത് മുഴുവൻ കാര്യങ്ങളും വ്യക്തത വരുത്താതെയാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ്. അപ്പോൾ വീണ്ടും ഒരുപക്ഷെ കോടതിയെയോ അല്ലെങ്കിൽ ട്രിബ്യൂണലിനെയോ സമീപിക്കാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം ചില വിമർശനങ്ങളും പ്രതികരണങ്ങളും കോൺഗ്രസ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ പകപോക്കലോടുകൂടിയുള്ള നീക്കം തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്നു. അതായത് പ്രതിപക്ഷ കക്ഷികളെ പോലും വേണ്ട എന്ന നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നത്.
പോകുന്നത്. അതാണ് ഈ നടപടിയിലൂടെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പിനെയും ഒക്കെ ഒരു ഗുണ്ടാപ്പടയെ പോലെ ഉപയോഗിക്കുന്നു എന്ന കടുത്ത വിമർശനമാണ് ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പ്രചാരണം നടക്കുന്നു. ആദ്യഘട്ടത്തിലെ പത്രികാ സമർപ്പണമൊക്കെ പൂർത്തിയായിരിക്കുന്ന ഈ ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത്. അതായത് രാകേഷ് പറയുന്ന പോലെ തന്നെ കൃത്യമായ ഡോക്യുമെന്റുകളുടെ പിൻബലമില്ലാതെ നൽകിയിരിക്കുന്ന ഒരു നോട്ടീസാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതുകൊണ്ട് വീണ്ടും കോടതിയിലേക്ക് പോകും. പക്ഷെ കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള നടപടി കിട്ടാത്ത ഒരു സാഹചര്യവും പശ്ചാത്തലവുമുണ്ട്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് കോൺഗ്രസ് ശക്തമായി കടക്കാനുള്ള സാധ്യതയും ആണോ വരും ദിവസങ്ങളിൽ കാണുക? തീർച്ചയായും അത്തരമൊരു പ്രതിഷേധങ്ങളിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത്. അതായത് രാജ്യവ്യാപകമായ പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാളെയും മറ്റന്നാളുമായി രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ AICC ട്രഷറർ അജയ് മാക്കനും വലിയ ആരോപണങ്ങൾ കേന്ദ്രത്തിന്റെ ഉന്നയിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഏജൻസികളെ അടക്കം രാഷ്ട്രീയ പകപോക്കലിനായി തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷ കക്ഷികളെക്കെതിരെ ഉപയോഗിക്കുന്നു എന്നാണ് ഇപ്പോൾ അജയ് മാക്കൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം KC വേണുഗോപാലും സമാനമായ ആരോപണം തന്നെയാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ആദായ നികുതി വകുപ്പിനെ ഒരു ഗുണ്ടാപ്പടയെ പോലെ ഉപയോഗിക്കുന്ന വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. അപ്പോഴും ഉയരുന്ന ചോദ്യം എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ സാമ്പത്തികമായി മറികടക്കും എന്നുള്ളതാണ്. കാരണം ലോക്സഭാ ലോക്സഭയിൽ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് മെയ് മാസം അവസാനം വരെയുണ്ട്. ജൂണിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത്. അപ്പോൾ ഇനിയും മാസങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും കൂടുതൽ പിഴ വരികയും ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ കോൺഗ്രസ് മറികടക്കും എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അപർണ. PR രാകേഷ് വിവരങ്ങൾ.